നരേന്ദ്രമോദി മൂന്നാം തവണത്തെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം കാലാവധി തികയ്ക്കുകയില്ല എന്ന് അടിവരയിട്ട് എന്തുകൊണ്ടാണ് കൃത്യമായി ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത്? ഇത് കേവലം ഒരു ജൽപ്പനമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന്, അധികാര വടംവലി നടക്കുകയാണ്. 2024 ശേഷം ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ വളരെ സംശയം നിലനിൽക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് ശക്തിയാർജിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും UPA സംവിധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നുള്ളത് മുന്നിലുള്ള പ്രധാന ചോദ്യമാണ്. സഖ്യകക്ഷികളായിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മുഴുവൻ പറയുകയാണ്, ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിന് കുറച്ചുകൂടി വ്യക്തമായ ഒരു പ്ലാനിംഗ് വേണം. അത് ഒരു കോമൺ മിനിമം മെത്തേഡായി മാറരുത്. ഇന്ത്യ മുന്നണി എന്നത് താൽക്കാലികമായ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ് എന്ന് എല്ലാവർക്കും അറിയാം. സമാജ്വാദി പാർട്ടി ആയിക്കോട്ടെ, DMK ആയിക്കോട്ടെ, ഉദ്ധവ് വിഭാഗം, ശിവസേനയുടെ നേതാക്കളായിക്കോട്ടെ, അവർക്കെല്ലാം അറിവുള്ള കാര്യമാണ്. എന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ അതിനെ എതിർക്കാൻ പറ്റും. ഇപ്പോഴത്തെ NDA ഭരണകൂടം ശിഥിലപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പോരാട്ടത്തെ പല വലിയ സംസ്ഥാനങ്ങളും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഫലമാണ് 2024 BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയത്. 2014 2019 സുഗമമായി കേവല ഭൂരിപക്ഷവും കടന്ന് സീറ്റുകൾ നേടിയെടുത്ത BJPക്ക് UPയിലും മഹാരാഷ്ട്രയിലും അടിതെറ്റിയത് എങ്ങനെയാണ്? UPയിലും മഹാരാഷ്ട്രയിലുമായി BJPക്ക് 50ഓളം MPമാരുടെ നഷ്ടമുണ്ടായി. UPയിൽ 30ഉം മഹാരാഷ്ട്രയിൽ 20 MPമാരുടെ കുറവുണ്ടായി എന്നുള്ളതാണ് വിലയിരുത്തൽ. അത് കുറെയെങ്കിലും ടാലി ചെയ്തത് ഒഡീഷ എന്ന സംസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. നരേന്ദ്രമോദിക്ക് കാലാവധി പൂർണ്ണമായി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ BJPയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഗഡ്കരിക്ക് അധ്യക്ഷ പദവിയിലേക്ക് തിരിച്ചെത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അമിത്ഷാ അടങ്ങുന്ന ടീം അതിനെ ഒരു രീതിയിലും സ്വാഗതം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഗഡ്കരിക്കെതിരെ തുരങ്കം വയ്ക്കുന്നുമുണ്ട്. BJPക്കുള്ളിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ധനകാര്യ വകുപ്പ് അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതും ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട്. BJPയുടെ സാമ്പത്തിക നയങ്ങൾ പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഏറ്റവും അവസാനത്തെ ഫലമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെപ്പോലും വെട്ടിക്കേറി അതിന്റെ ഉദ്ദേശശുദ്ധിയെ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് കോൺഗ്രസ് പറയുന്നുണ്ട്. കാലാവധി തേയ്ക്കുകയില്ല എന്ന് ഉറപ്പിക്കാൻ മാത്രമുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഒത്തുവന്നിരിക്കുകയാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ തള്ളിയിടാൻ കഴിയുന്നതേയുള്ളൂ എന്ന പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു.